വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പോകുന്നത് സിന്നേഴ്സ് എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. സാധാരണ ഇംഗ്ലീഷ് ചിത്രങ്ങൾ കാണുന്നതിന് മുമ്പ് ഞാൻ ട്രെയിലറൊക്കെ കണ്ടിട്ടാണ് പടം കാണാനായിട്ട് പോകുന്നത്. ഇതിന് ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ലായിരുന്നു. ഒരു ഐഡിയ ഇല്ലായിരുന്നു പടം എങ്ങനെയാണെന്ന്. തിയേറ്ററിൽ പോയി സിനിമ എടുത്ത് തിയേറ്ററിൽ കാണാൻ തുടങ്ങി. എൻ്റെ അമ്മ എന്തൊരു പടമാണ്, ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഈ സിന്നേഴ്സിൻ്റെ കഥ നടക്കുന്നത് 1932 മിസിസിപ്പിയിലാണ് കഥ നടക്കുന്നത്. മിസിസിപ്പിയിലുള്ള ഒരു കോട്ടൺ പ്ലാന്റേഷൻ, ആ പ്ലാന്റേഷൻ ഒരുപാട് കറുത്ത വർഗ്ഗക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് പോയ രണ്ട് സഹോദരങ്ങളാണ് സ്മോക്കും സ്റ്റാക്കും. അവർ ഇരട്ടകളാണ്. ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിരിക്കുന്നത് മൈക്കിൾ ജോർദനാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്നു. അവർക്ക് ചെറിയൊരു ഗാങ്സ്റ്റർ സെറ്റപ്പൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ തിരിച്ചു വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ആ കോട്ടൺ പ്ലാന്റേഷനിൽ തന്നെ ചെറിയ ഒരു ജൂക്ക് ജോയിൻ്റ്, ഒരു ചെറിയ ക്ലബ്ബ് പോലത്തെ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള തൊഴിലാളികളായ ആൾക്കാർക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് ഒന്ന് ഇച്ചിരി പാട്ടൊക്കെ കേട്ട് 2 ബിയറൊക്കെ കുടിച്ചിരിക്കുക എന്നുള്ള ഒരു ലോജിക്കിൽ സെറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അവരുടെ കൂട്ടുകാരെയൊക്കെ പോയി വിളിക്കുന്നു, അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ പോയി വിളിക്കുന്നു. ഫ്രണ്ട്സിനെല്ലാം പോയി വിളിച്ചിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരെ കൊണ്ടുവരുന്നു. പിന്നെ ഈ ഗോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ഗോഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നു. അവരുടെ തന്നെ പഴയ ഫ്രണ്ട്സാണ്. പക്ഷെ കൊണ്ടുവന്ന് ഈ ജൂക്ക് ജോയിൻ്റ് തുടങ്ങുന്ന അന്ന് രാത്രി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗംഭീരം പടമെന്ന് പറഞ്ഞാൽ ഗംഭീരം പടമാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഇത് എന്ത് ജോണറാണ് എന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ആ പടം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലൈറ്റിങ്, ക്യാമറ വർക്ക്, ഒരു രക്ഷയില്ല. സൗണ്ട്, മ്യൂസിക്, മൈക്കിൾ ജോർദൻ്റെ പെർഫോമൻസ്, ലീഡ് ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായ പെർഫോമൻസാണ്. റയാൻ കൂഗ്ലറാണ് ഇതിൻ്റെ ഡയറക്ടർ, ബ്ലാക്ക് പാന്തർ എൻ്റെയൊക്കെ ഡയറക്ടർ. വളരെ ഗംഭീരമായിട്ടാണ് ആ പടത്തിൻ്റെ ഒരു എക്സിക്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പിന്നെ ലെയേർഡ് അർത്ഥങ്ങളുണ്ട് ഓരോ സ്റ്റോറി ലൈനിനും, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും. ആ ക്യാരക്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്തുള്ള എലമെൻസിന് ഒക്കെ നമ്മൾ സാധാരണ കാണുന്നതിലും കൂടുതൽ ഒരു മീനിങ്ങും ഡെപ്തും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഭയങ്കര പടം. ഈ വർഷത്തെ മികച്ച സിനിമകളിൽ ഒന്നാണ് സിന്നേഴ്സ്. ഞാൻ ഈ വർഷം കണ്ട 2 സിനിമകൾ അബ്സല്യൂട്ട്ലി ഡോണ്ട് മിസ് കാറ്റഗറിയിൽ പെടുന്ന 2 പടങ്ങളുണ്ട്. ഒന്ന് വാർഫെയർ, ഒന്ന് സിന്നേഴ്സ്. കിടിലം പടമാണ്. ഏറ്റവും നല്ല തിയേറ്ററിൽ, ഏറ്റവും സൗണ്ടുള്ള തിയേറ്ററിൽ പോയി കാണുക. കുട്ടികളെ കൊണ്ടുപോകരുത്. ഹൈലി 18+ മൂവിയാണ്. വയലൻസും അല്ലാത്തതെല്ലാം. സോ കുട്ടികളെ അവോയ്ഡ് ചെയ്യുക. ബട്ട് അതർ ദാൻ ദാറ്റ് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഗംഭീരം പടമാണ്. സ്റ്റാർട്ടിങ് ഒരു ഇച്ചിരി സ്ലോ ആണ്, ബട്ട് അത് ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായതുകൊണ്ടുള്ള ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് നിർബന്ധമായും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളൊന്നാണ്. സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.